ശബരിമല കേസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സർ, കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും ഓണപരീക്ഷ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരാണ്. സാർ, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാർ, കേരളത്തിലെ 47 ലക്ഷം വീടുകളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ സാർ? പാവപ്പെട്ട കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ള കാര്യമല്ലേ സാർ പറയേണ്ടത്? സാർ, അതുപോലെ സാർ 5 വർഷക്കാലം കഴിഞ്ഞല്ലോ സാർ. ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വകുപ്പുണ്ടല്ലോ സാർ. സാർ, എന്തുകൊണ്ട് സാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. സാർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കാട്ടുകള്ളന്മാർ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിശദീകരിക്കുമെന്നാണ് സാർ ഞാൻ നോക്കുന്നത്. സാർ, അതുപോലെ തന്നെ സാർ കോടതിയല്ലേ സാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? കോടതിയല്ലേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് സാർ? ഇവർക്ക് എന്തുകൊണ്ട് ഈ കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരായി മറ്റു ഉയർന്ന കോടതിയിൽ പോകുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയണ്ടേ സാർ?